കൈമാലി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്നാ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ചീര, ചുവന്ന ചീര ഉണ്ട് ഇടാ. ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളി മുറിച്ചിട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ വറവിലിടാൻ ഉള്ളി ഉണ്ട്. ഇതിൽ ഉണക്കമുളക് ഇടുന്നുണ്ട്. പിന്നെ ഈ പച്ച ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്. ഇത് തേങ്ങ. ഇതെല്ലാം ഈ ചീര വറവിന് വേണ്ടുന്നത്. ഇനിയിപ്പോൾ ഇത് വെളിച്ചെണ്ണ വയ്ക്കട്ടെ. ഇത് വെളിച്ചെണ്ണ വെച്ചിട്ട് വറവടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ അടുത്ത് വെച്ചിട്ട് വറവ് ആയിട്ടാകുമ്പോൾ ഇതെല്ലാം ഇതിലെടുത്ത് എന്നിട്ട് വായിച്ചാകുമ്പോൾ ഇതിലെടുത്തിരുന്നു വറവ് ആവട്ടെ. ഇതിപ്പോൾ കണ്ടില്ല, അടുപ്പത്ത് വെച്ചിട്ട് വേണ്ട ഉള്ളിൻ്റെ വറവ് ആയി വരുന്നു. വേണ്ട വറവായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചീച്ചട്ടിയിൽ ഇത് ചീര എടുത്തിട്ട് ഇതിലിടാം കേട്ടോ. വെള്ളം കഴുകിയിട്ട് ചീര കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ്. പിന്നീട് കഴുകണം. ഇതാ കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ്. അതിനുശേഷം ഈ ഉള്ളി ഇതിടുക. ഉള്ളി പച്ചമുളക് ഇതാ ഉള്ളി ഇടുന്നുണ്ട്. ഇതാ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിട്ടില്ലേ മുറിച്ച് കുടുങ്ങിയിട്ട് വെക്കാം. ഉള്ളി പച്ചമുളക് ഇട്ടു. എന്നിട്ട് ഇളക്കുക വേണ്ടേ. ഇതാ നല്ല ചുവന്ന ചീരയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ നല്ല വേഗം ആവുമെങ്കിൽ നല്ല പൊരിവര വെള്ളപ്പറ്റില്ലാതെ ഇത് കിട്ടും. പൊടി വെള്ളം വേണ്ട, വെള്ളപ്പറ്റിലാണ്. ഇനിയിപ്പോൾ ഈ ശേഷം ഉപ്പ് പൊടി ഇടാൻ. ഉപ്പ് പൊടി ഇട്ട് അത് ലേശം അതുകൊണ്ട് ഉപ്പ് പാകത്തിന് ഇടാൻ കഴിയും. ഇല്ല ഞാൻ കൈ കൊണ്ടാവില്ലേ ഉപ്പ്, എന്നാലേ മനസ്സിലാവുള്ളൂ. അത്രേ കൊണ്ട് ഇതേപോലെ വെള്ളപ്പറ്റൊന്നും ഉണ്ടാവില്ല. വെള്ളം ഒറ്റപ്പൊടി ഉണ്ടാവും. വെള്ളം കഴുകി നല്ലോണം മുറുക്ക പീഞ്ഞിട്ട് വേണം എടുക്കടിക്കും. വെള്ളപ്പറ്റി ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇത് മാത്രമേ വേണ്ടി ചോറ് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. നല്ല രുചിയാണ്. കാണുമ്പോൾ തന്നെ നമ്മൾ കൊതിയാവും ഇത് തിന്നാൻ. അത്ര നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ചീരയാണ്, നല്ല ടേസ്റ്റ്. ഇത് ചോറിൻ്റെ ചീര ആയതുകൊണ്ട് നല്ല ടേസ്റ്റും നല്ല രുചിയുമാണ്. നല്ല രുചിയാണ്. ഇത് നമുക്ക് ഇത്ര ഒരിക്കലും നമുക്ക് ചോറ് കുറച്ച് ചോറ് ഉണ്ടായാൽ ഇന്നത്തെ ആഹാരം കറിയായി. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ കഴിയും. എന്താ ഇത് വേവാനായി. ഇനിയിപ്പം വെള്ളം ഉണങ്ങി വരുമ്പോൾ വെള്ളം നറ്റപ്പൊടി ഇല്ലെങ്കിൽ ഇത് കഴുകിയ വെള്ളം കഴുകി പിഴിഞ്ഞ് എടുത്ത വെള്ളമാണ്. അതിൽ വെള്ളമൊന്നുമില്ല, വെളിച്ചെണ്ണേൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വറ്റി വരുമ്പോൾ വറണ്ട് വരുമ്പോൾ ആ തേങ്ങ എടുത്തിട്ട് അതിലിടും. ഇതാണ് ഈ തേങ്ങ ചെരുവ് വെച്ച തേങ്ങയായി. കണ്ടാ ചെരുവ് വെച്ച തേങ്ങ ഉണ്ടല്ലേ, ഉണ്ടല്ലേ. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിടുക. എന്താ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും. നല്ല കളറും നല്ല നമ്മൾ ചോറ് കൈവരെ ചോദിച്ചുണ്ടാവുക. ഇത് തിന്ന് കഴിയുമ്പോൾ നല്ല ആഹാരമാണെങ്കിൽ ഞാൻ എപ്പോൾ വലിയ പശു എനിക്ക് ചീര ഉണ്ടാവില്ല. പക്ഷേ ചീര പാവുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റെ കുരുവിൽ പൊടിച്ചിട്ട് പച്ച കാലത്ത് വിടാൻ പൊടിച്ചിട്ട് അത് പൊടിച്ച് ഞാൻ പൊടിച്ച് പിന്നെ രോഗയിൽ നട്ടാൽ എനിക്ക് നല്ല ചീരയാക്കിയിട്ടുണ്ട്. പശുത്തിൽ ചീരയാക്കിയിട്ടുണ്ട്. എപ്പോൾ ഞാൻ പശുത്തിൽ നടും ചെയ്യാം. മഴ പെയ്യുന്നതിന് മുമ്പേ ചീര പൊടിച്ചിട്ട് കിട്ടിയാൽ മഴക്കാലം നല്ല ചീരയായിട്ട് കിട്ടും. മഴ പെയ്യുന്നതിന് മുമ്പേ പൊടിച്ച് കുറച്ച് വലുതായി കിട്ടണം. കുറച്ച് മുമ്പേ പാവണം. കുറച്ച് ദൂരെ പാവിക്കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റാളും ഇഷ്ടംപോലെ ചീര പഠിച്ചാൽ ഞാൻ കൊടുക്കലുണ്ട്. ബഡ്ജറ്റിലും കൊടുത്തിട്ട് ഇവിടെ കൊടുക്കലുണ്ട്. ഓണത്തിനെല്ലാം ഞാൻ കൃഷിഭവനിൽ ചീര കൊണ്ടുപോലുണ്ട്. ഓണത്തിന് മേളക്കെല്ലാം കൊണ്ടുപോലുണ്ട് ചീര. ആരടുത്തും ഉണ്ടാവില്ല, എൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടാവില്ല ചീര. നല്ല ചീര കൊണ്ട് കൊടുത്തിരിക്കണം. ചീരക്കെല്ലാം പുതിയ പേര് അന്നേരം ഓരോരാൾ എനിക്ക് തന്നെ എനിക്കൊന്ന് ബുക്ക് ചെയ്യലാണ്. അതാ നല്ല ചീരയല്ലേ നോക്കിയിട്ട്.
എന്താ ടേസ്റ്റ് കാണാൻ തന്നെ എന്താ ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പച്ചത്തീര വരെയുണ്ട്, പച്ചത്തീര ഞാൻ കൂട്ടിയിട്ടില്ല. പച്ചത്തീര വേറെ തന്നെ വറുക്കാൻ വെച്ചില്ല. പച്ചത്തീര വറുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതാണല്ലേ ഇത് ഓരോരാൾ വെളുത്തുള്ളി ഇട്ടിട്ട് വറക്കും. വെളുത്തുള്ളി ഇട്ടാലും മോശമൊന്നല്ല, പക്ഷേ നമുക്ക് വെളുത്തുള്ളി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇല്ലാണ്ട് വറുക്കുന്നത്. വെളുത്തുള്ളി ചുവന്നുള്ളി മാത്രം ഉപയോഗിക്കുന്നു. ചുവന്നുള്ളി അരിഞ്ഞിട്ടിടും, വറവിനിടും, പിന്നെ പച്ച മുറിച്ചിട്ടിടും, പിന്നെ പച്ചമുളക് ഇട്ട്, പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ഉള്ളി വാട്ടിയിട്ട് അതിലാണ് ഇതിടുക. അത്രേ പണിയുള്ളൂ. തേങ്ങയിടും, അത്ര മാത്രം. ഇത് നല്ല ചീരയാണ്, നല്ല കറിയാണ്. ഇതിപ്പോൾ ഞാൻ ഇതാക്കി തരാം, കാണിച്ചു തരാം. ഇത് വണ്ടി കാണിച്ചു തരാം. കണ്ടില്ലേ, കണ്ടാൽ പൊടിയോടും ഇപ്പം തന്നെ അതിൻ്റെ വാസന വരുമ്പം തന്നെ നല്ല ഉള്ളിൻ്റെയും തേങ്ങേൻ്റെയും ആ ചീരേൻ്റെയും എല്ലാം മണം വരുമ്പം തന്നെ എന്തെന്നാ രസം എന്നറിയാം. നല്ലോണം വെളിച്ചെണ്ണ ആക്കും. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചെയ്യും. എല്ലാവരും വെളിച്ചെണ്ണ ആക്കുമല്ലേ ചീരക്ക്. ആ ചീരക്ക് നല്ല വെളിച്ചെണ്ണ വേണം. നല്ല ടേസ്റ്റ് ആണെങ്കിൽ കുറച്ച് പാകത്തിന് കൂടുതൽ വേണ്ട. ആ ഉള്ളി അതേപോലെ ഒരു ഉള്ളി ചെത്തിയിട്ട് ഇടുകയും ചെയ്യും. ആവശ്യത്തിനനുസരിച്ച് ഉള്ളി ചെത്തിയിടും. പച്ച ചെത്തിയിട്ടാണെങ്കിൽ രാവിലെയൊക്കെ വെന്ത് പാകാവും. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിതിങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ അടച്ച് വെച്ച് നമ്മൾ വെളുപ്പാൻ പോകുമ്പോഴേക്ക് നല്ല വെന്ത് നല്ല പാകായിട്ട് നല്ല മണം ഇങ്ങോട്ട് വരും. എന്താ ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ എന്താ ഇനി കരിവേപ്പിലൊന്നും ഇടില്ല. കരിവേപ്പിലൊന്നും വേണ്ട. ഇനി കരിവേപ്പില ഇടുന്ന വറവുണ്ട്, ചീരക്ക് വേണ്ട. ഞാൻ കരിവേപ്പിലൊന്നും ഇടലില്ല. കണ്ട കണ്ടില്ലേ ചീര കണ്ട നല്ല എന്നാ പറയണ്ടേ. ഈ കറി കണ്ടില്ലേ നിങ്ങൾ, കണ്ടാൾ കൂട്ടും. അത്രയും നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. കിടും നല്ല ഇതാ കണ്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിന് വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.